രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധനവ്. ആക്ടീവ് കോവിഡ് കേസുകളുടെ എണ്ണം 4866 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 മരണം റിപ്പോർട്ട് ചെയ്തു. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെങ്കിൽ കൂടി ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. തീർച്ചയായും ഈ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശങ്ക വേണ്ടെങ്കിൽ പോലും വലിയ അധികമായി ജാഗ്രത വേണമെന്ന നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ഈ രാജ്യത്ത് ആകമാനം നോക്കുമ്പോൾ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ അത് 4373 ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് 4866 കേസുകളായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ 7 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു തരംഗത്തിൽ മാത്രം 51 പേരാണ് രാജ്യത്തെല്ലാം നോക്കുമ്പോൾ രാജ്യത്താകമാനം 51 പേർ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇന്ന് കഴിഞ്ഞ 24 മണിക്കൂറോടെ 7 പേർ മരിച്ചപ്പോൾ അതിൽ മഹാരാഷ്ട്രയിൽ 3 മരണവും ദില്ലിയിൽ 2 മരണവും കർണാടകയിൽ 2 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കോവിഡ് കേസുകളിൽ വലിയ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു ചെറിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 114 കേസുകൾ കൂടി കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആക്റ്റീവ് കേസുകൾ 1487 കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ 3955 പേർ കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ രോഗവിമുക്തരാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എങ്കിൽ പോലും രാജ്യത്തെ കോവിഡ് കേസുകൾ ഓരോ ദിവസവും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ദില്ലി, കേരള, തമിഴ്നാട്, കർണാടക, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളത്. എന്തായാലും അതീവ ജാഗ്രതയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 7 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.